നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാള സിനിമയിൽ നിരവധി നടന്മാരുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, പൃഥ്വിരാജ്, അത്തരത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നിരവധി താരങ്ങളുണ്ട്. അതിൽ ദിലീപ് എന്ന പേര് മാറ്റി നിർത്താൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ മാറ്റി നിർത്തിയാൽ തന്നെ അദ്ദേഹം മുമ്പ് ചെയ്ത പല കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പല സിനിമകളും റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ്. അതെപ്പോഴും ചാനലുകൾ വരുമ്പോൾ അത് ആ സമയത്ത് കാണുന്ന നിരവധി പേരുണ്ട്. അത്തരത്തിൽ ദിലീപിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു കേസിൽ ഉൾപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ അദ്ദേഹം പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിക്കുകയും തുടർന്ന് അതിൻ്റെ കോടതി നടപടികളൊക്കെ തന്നെ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് തുടരട്ടെ. പക്ഷേ അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നേരത്തെ രാമലീല എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു സിനിമ ദിലീപ് പെട്ട കേസിൽ നിന്നും ഊരിയെടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെള്ളപൂശാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയ സിനിമയാണ് എന്ന തരത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലിറങ്ങിയ സിനിമ വളരെ നല്ലൊരു കുടുംബചിത്രമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടി, പ്രേക്ഷക പ്രീതി തേടി സിനിമ മുന്നോട്ട് പോവുകയാണ് ഉണ്ടാകുന്നത്. എല്ലായിടത്തും ഹൗസ്ഫുള്ളാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, നല്ല അഭിപ്രായം. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെയാണ് സിനിമ കണ്ട പ്രേക്ഷകർ പറയുന്നത്. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഈ സിനിമ കണ്ട് സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായം അദ്ദേഹം പങ്കുവയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീട് പലരും ഈ MA ബേബിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് ദിലീപിൻ്റെ സിനിമയെക്കുറിച്ച് MA ബേബിയെ പോലെ ഒരാൾ എന്തിനാണ് നല്ലത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ചില സാമൂഹ്യ പ്രവർത്തകരെന്ന് പറയുന്ന ചില ആളുകൾ അദ്ദേഹത്തെ ഇപ്പോൾ ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കേസ് അതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും തുടർന്നു പോകേണ്ടത്, അത് പോകട്ടെ. അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ അത് നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണട്ടെ. അദ്ദേഹം ഒരു നടനാണ്. ആ രീതിയിൽ രണ്ടും രണ്ടായി തന്നെ കാണണം എന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായമാണ് MA ബേബി അടക്കമുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നത്. അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഉള്ള നിയമവ്യവസ്ഥിതി അനുസരിച്ച് കുറ്റം തെളിയിക്കപ്പെട്ട് കോടതി ശിക്ഷ വിധിക്കുന്ന ആ സമയം വരെ ഒരാൾ ആരോപണ വിധേയൻ മാത്രമാണ്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊന്ന അല്ലെങ്കിൽ ആ ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ട പ്രതികളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായ മക്കളുടെ അല്ലെങ്കിൽ അവരുടെ SSLC പരീക്ഷാഫലം തടഞ്ഞു വെച്ചതിനെതിരെ കോടതി നിലപാട് സ്വീകരിക്കുകയും പിന്നീട് സർക്കാരിന് അത് പുറത്തുവിടേണ്ട സാഹചര്യവും ഉണ്ടായി. അതായത് ആരോപണ വിധേയർ മാത്രമാണ് കോടതിയുടെ കണ്ണിൽ ഈ ശിക്ഷ അല്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെടുന്ന സമയം വരെ. അങ്ങനെയെങ്കിൽ ദിലീപും ഇപ്പോൾ ആരോപണ വിധേയം മാത്രമാണ്. അങ്ങനെയൊരു ആരോപണം തലയ്ക്ക് മേലെയുള്ള ഒരാൾ ചെയ്യുന്നതെല്ലാം കുറ്റമാണ് എന്ന് പറയാൻ സാധിക്കുമോ? എന്തായാലും MA ബേബിയെ ക്രൂശിക്കുന്നവർ ഇനിയെങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ്.